Welcome back to our channel VTube. ഞാൻ വിലാസിനി ശ്രീനിവാസൻ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കാറ് അധികവും. വേറെ ഒന്നല്ല, സ്റ്റീംഡ് പുട്ടുപൊടി. അതെങ്ങനെയാണ് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഒരു പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഏതരി കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. വലിയ പച്ചരിയായാലും ചെറിയ പച്ചരിയായാലും ഏത് പച്ചരിയായാലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ചെറിയ റിക്വസ്റ്റ്, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഞാൻ ഇതിൽ വെള്ളത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. പൊടിയിൽ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്ന്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ വറവിനനുസരിച്ചാണ്. നമ്മൾ നല്ലപോലെ വറുത്ത് നല്ല ഡ്രൈ റോസ്റ്റ് ആണെങ്കിൽ അത് കൂടുതൽ വെള്ളം വേണം. പക്ഷെ നിങ്ങൾ അധികം വറവില്ലെങ്കിൽ അപ്പോൾ കുറച്ച് വെള്ളം മതി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ഗ്ലാസ് ഒന്നിച്ച് ഒഴിക്കാതെ കുറേശ്ശെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക നിങ്ങളുടെ വറവിൻ്റെ പാകം എങ്ങനെയാണ്. ഒരു ദിവസം ചെയ്താൽ പിന്നെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്റ്റീംഡ് പുട്ടുപൊടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതാ ഇതിന് 3 നാഴി, ഇതാണ് ഞങ്ങളെ അളവ് പാത്രം, ഇതിന് 3 നാഴി അരി അരമണിക്കൂർ നേരം കുതിർത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിയാണ്ട്, വളരെ ചെറുതാണ്. അപ്പോൾ ഇത് അരമണിക്കൂർ കുതിർന്നാൽ മതി. കുതിർന്നിട്ട് ഞാൻ വെള്ളം വാരാൻ വെച്ചതാണ്. ഇനി ഇത് കുറച്ച് നേരം ഒരു തുണിയിൽ, നല്ല വൃത്തിയുള്ള തുണിയിലിട്ട് ഒന്ന് കുറച്ചുകൂടെ വെള്ളം മുഴുവൻ ഡ്രൈ ആക്കി എടുക്കണം. ഇതാ അരി ഞാനൊരു വെള്ള തുണിയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒന്ന് ഈർപ്പൊന്ന് വലിച്ചെടുക്കാൻ. ഇതിൻ്റെ മേലെ നിന്നുള്ള കുറച്ചുകൂടി ജലാംശം ഉണ്ടാകുമല്ലോ, തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒന്ന് ആറട്ടെ. എന്നിട്ട് നമുക്ക് എടുത്തിട്ട് ഇത് എന്ത് ചെയ്യണം, സ്റ്റീം ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്ന് വെള്ളം ആറട്ടെ. ഇതുപോലെ നിങ്ങളൊന്ന് സ്പ്രെഡ് ചെയ്തിടുക കേട്ടോ, വെള്ളം ആറാൻ വേണ്ടി. ഇപ്പം നിങ്ങളെ അരി വലിയ അരിയാണെങ്കിൽ അരമണിക്കൂറിന് പകരം നിങ്ങൾ കുറച്ച് കൂടുതൽ സമയം കുതിർക്കേണ്ടി വരും. ഒന്ന് പിടിച്ച് ഞെക്കി വെക്കുക, കുറച്ച് കുതിർന്നാൽ മതി കേട്ടോ. കുറച്ച് കുതിർന്നിട്ട് അത് മാറ്റിയെടുക്കുക. ഊറ്റിയിട്ട് ഇതുപോലെ അരിപ്പയിൽ ഊറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തുണിയിലിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക. ഇതാ ഇപ്പോൾ ഇത് ഈർപ്പെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് ഇതേ അരിപ്പയിലേക്ക് തന്നെ വാരിയെടുക്കുക കേട്ടോ. ഇതാ ഉണക്കാൻ വെച്ച അരി മുഴുവൻ ഞാൻ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്, അരിപ്പയിൽ തന്നെയാണ് കേട്ടോ. ഇനി ഇതാ ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി ആവി വരുത്തണം നമുക്ക്. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടാൽ അരി അങ്ങ് കൊഴിഞ്ഞു പോകും. അപ്പം അതിൻ്റെ മേലെ ഒരു തുണി ഇടുക കേട്ടോ. ഇനി നമുക്ക് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഒന്നിച്ച് തന്നെയാണ് ഇട്ടത്, വലിയ ഇഡ്ഡലി തട്ടാണ്, അതുകൊണ്ട് ഒന്നിച്ചിട്ട് ആവി ഇങ്ങെത്തിയിട്ടില്ല, അതുകൊണ്ടാണ് കൈ കൊണ്ട് ഇളക്കുന്നത് കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ ഇതൊന്നിങ്ങനെ മൂടി വെക്കുക. ഇതിൻ്റെ മേലെ തന്നെ മൂടി വെച്ചു. ഇനി ആവി വരട്ടെ. ആവി ഇതിൻ്റെ സൈഡിൽ കൂടി എല്ലാം പുറത്തേക്ക് വരും കേട്ടോ. നല്ലോണം ആവി വരണം. എന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി സമയം എന്നൊന്നും പറയുന്നില്ല, നമുക്ക് നോക്കാം. ഒരു നല്ല ആവി വന്നാൽ അന്നേരം ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പം ഇതാ നല്ല പോലെ ആവി വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി നമുക്കൊരു പാത്രത്തിലിട്ട് വെക്കണം. ഞാനിതാ ഒരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന്ന് കുറച്ച് ചൂട് കുറഞ്ഞിട്ട് ഇതിലേക്കിട്ട് ഒന്ന് ആറ്റിയെടുക്കണം. ഇതാ ഇഡ്ഡലി തട്ടുന്ന് ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തണിയട്ടെ. ഇതാ കട്ട കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇത് തുണീൻ്റെ നൂല്. കട്ട കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഇതാ വെന്തിട്ടൊന്നുമില്ല കേട്ടോ, കറക്റ്റാണ്. ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ടതുകൊണ്ടാണ് കുറച്ച് ഇതുപോലെ കട്ട പോലെ ആയത്. അതൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. നല്ല ചൂടാ. ചട്ടം കൊണ്ട് തന്നെ ഒന്ന് നിരത്തിയിടാം കേട്ടോ. ഇനി ഇതൊന്ന് തണിയട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്ത് ചെയ്യണമെന്ന്. ഇതാ അരി നല്ല പോലെ തണിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. ഞാനിതാ അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലിട്ട് 2 ട്രിപ്പായിട്ട് വറുക്കാന്നാണ് വിചാരിക്കുന്നത്, കുറച്ച് കൂടുതലുള്ളത് കൊണ്ട്.
ഞാനിതാ ഒന്നിച്ച് തന്നെ ഇട്ട് കേട്ടോ. 2 പ്രാവശ്യം വറുക്കേണ്ട വലിയ പാത്രമാണ്. പക്ഷെ നമ്മൾ കൈവെക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. കരിഞ്ഞൊന്നും പോകരുത്. ഇത് മൂത്താൽ കുറച്ചിങ്ങനെ പൊട്ടുന്ന പോലെയൊക്കെ ആയി വരും. ഒരുപാട് കരിയാൻ പാടില്ല കേട്ടോ. അപ്പം നമ്മളെ പുട്ടുപൊടീൻ്റെ നിറമെല്ലാം മാറിപ്പോവും. അപ്പം ഞാനിനി മൂപ്പെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്. അപ്പം ഞാനിത് ഇനി കുറച്ച് വറുത്ത് മൂത്ത് വന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ 4-5 മിനിറ്റായി ഞാൻ വറുക്കുന്നത് കേട്ടോ. ഇപ്പോഴും ആയിട്ടില്ല. നമ്മളിങ്ങനെ പൊട്ടിച്ചാൽ പൊട്ടണത്. അല്ലെങ്കിൽ ഒന്ന് വായിലിട്ട് വെക്കുക. ഒന്ന് കടിച്ചാൽ പൊട്ടണം. ഇപ്പോൾ ഇത് ഞെങ്ങിക്കളിക്കുകയാണ്. ഞെങ്ങിക്കളിച്ചാൽ പോരാ കേട്ടോ. അപ്പം ഞാൻ ലോ ഫ്ലെയിമിലായിട്ടായതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. ലോ ഫ്ലെയിമിലാക്കാൻ കാരണം ഒരുപാടുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ കരിഞ്ഞു പോകും. 2 ട്രിപ്പായിട്ട് വറുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഫ്ലെയിം കൂട്ടി കൊടുക്കാം. കുറച്ച് ഒരു മീഡിയം ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൊട്ടുന്ന ചേർക്കുന്നില്ല. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യുക. അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കളറൊന്നും മാറിയിട്ടില്ല. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ. എന്നിട്ട് ഞാനിതാ വലിയ പാത്രം തന്നെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെരിഞ്ഞു കൊടുക്കുക. കുറച്ച് തണിഞ്ഞിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. ഇതാ ഇതൊന്നും കുറച്ചൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് നേരം. ഇല്ലെങ്കിൽ അതിൻ്റെ ആവി പിടിച്ചിട്ട് ചിലപ്പോൾ ഒന്ന് വിങ്ങിപ്പോകും. അതുകൊണ്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക കേട്ടോ. തണിഞ്ഞിട്ടില്ല നല്ലപോലെ. ഇപ്പം ഇതാ ഞാൻ അരി എങ്ങനെ കുതിർക്കാനെടുത്തോ അതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒന്നുകൂടെ ലേശം കൂടി തണിയട്ടെ. നല്ല പോലെ തണിഞ്ഞിട്ട് മാത്രമേ പൊടിച്ചെടുക്കാവൂ. ഇതാ അപ്പോൾ അരി നല്ല പോലെ തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാം. ഞാനിതാ ഇങ്ങനത്തെ ജാറാണ് എടുത്തത്. നമ്മളീ ഒരു ഉണ്ട ജാറില്ലേ, ഇതാ പൾസ് ചെയ്താൽ എടുക്കണ്ട കേട്ടോ. ഒന്നിച്ച് പൊടിക്കുക പറഞ്ഞാൽ നമ്മൾ മിക്സിയിൽ ആട്ടും പോലെ അങ്ങ് ആട്ടിക്കൂടരുത്. ഓരോരോ ഇതായിട്ട് ഇങ്ങനെ പൾസ് ചെയ്തെടുക്കണം. ഇതാ ഇങ്ങനെ. ഇതാ ഞാൻ 5-8 പ്രാവശ്യം പൾസ് ചെയ്തെടുത്ത്. ഇനി നമ്മളിത് പുട്ടിൻ്റെ തരിപ്പുണ്ടല്ലോ അതിൽ തരിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും വരുന്ന തരി ഒന്നുകൂടെ അതിലിട്ടിട്ട് ഒന്നുകൂടെ ഇതുപോലെ പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇത്രയും തരിയുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ അതിലിടുന്നത്. ഇനി ബാക്കിയെല്ലാം ഞാനൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഇതാ ലാസ്റ്റ് ട്രിപ്പ് പൊടിച്ചെടുത്തു കേട്ടോ. നിങ്ങൾ പൾസ് മാത്രം ചെയ്തിട്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചെറുങ്ങനെ പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് ഇനി പൊടിക്കാൻ പറ്റില്ല. ഇപ്പം ഇതാ എല്ലാം പൊടിച്ചു കഴിഞ്ഞു കേട്ടോ. വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ. വളരെ സന്തോഷമായി. പിന്നെ ഇത് നോക്ക്, ഇത്രേ തരിയുള്ളൂ. ഇത് നമുക്കിനി കോഴിക്കോടുക്ക് എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിനി ഇതൊന്ന് കുഴച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. എങ്ങനെയാണ് ഇത് കുഴക്കേണ്ടത്, എത്ര വെള്ളം ഉപയോഗിക്കേണ്ടതെന്ന്. ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് എടുക്കുന്ന പൊടി കേട്ടോ. 1 ഗ്ലാസ് പൊടി ഒന്ന് വടിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിതൊരു പാത്രം വെച്ച് ഞാൻ ഇതിലേക്ക് ഇട്ടു. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടുക. നമ്മൾ പാകത്തിന്, ഉപ്പൊക്കെ എല്ലാവരും അവനവൻ്റെ പാകത്തിന് ഇട്ടില്ല. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് എല്ലായിടത്തൊന്നും എത്തട്ടെ. ഇനി ഇതാ അതേ ഗ്ലാസ്, അതേപോലത്തെ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിക്കുന്നു. എന്നിട്ട് നമ്മളൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും അയ്യോ ഒരുപാട് വെള്ളം ഉണ്ടല്ലോ എന്ന്. ഇല്ല, ഇത് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം റെഡിയാവും കേട്ടോ. അപ്പം നമുക്കിനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് എടുത്ത് നോക്കാം. ബാക്കിയുള്ളത് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി അടച്ചു വെക്കാം കേട്ടോ. ഇത് 1 മാസം ഒന്നും എന്തായാലും ചീത്തയാവില്ല. ഇതാ ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഒന്ന് ഇളക്കി നോക്കാം നമുക്ക്. ഇതാ
നമ്മളെ സാധാരണ പുട്ടുപൊടി പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഞാനൊന്ന് ചുട്ടെടുത്തിട്ട് കാണിച്ചു തരാം. വെള്ളം ആവി വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നിറച്ച പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ലിഡ് ഇട്ട് കൊടുക്കണം. പുട്ടിതാ ആവി വന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് കുത്തി നോക്കാം. ഞാനിതാ ഒരു ഇലയും പ്ലേറ്റും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ കുത്തുന്നത്. അപ്പം ഞാനൊന്നത് കുത്തിയിട്ട് കാണിച്ചു തരാം. ഇതാ വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ആൾസോ. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.